നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, അവിടുത്തെ വചനം ഗ്രഹിപ്പാനും അനുസരിപ്പാനും അതിൽ ജീവിതത്തിൻ്റെ അർത്ഥവും പൊരുളും കണ്ടെത്തുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് പറയാൻ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ വരണോ? ചെവി ഉണ്ടല്ലേ കേൾക്കാനൊക്കെ ഉള്ളെന്ന് ആർക്കറിയാൻ വയ്യാത്ത? ഇപ്പോൾ ചെകിടന്മാർക്ക് പോലും അറിയാൻ ചെവി ഉണ്ടെങ്കിൽ കേൾക്കാനൊക്കെ. ഞാനൊരു പട്ടക്കാരനായി ജോലി ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ വീട്ടിൽ ഒരമ്മയും ഒരു മകനുമേ ഉള്ളൂ. ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവനൊരു വലിയ വിഷമനാണ്, ഒരു വക പറഞ്ഞാൽ കേൾക്കുകയില്ല, വളരും തോറും അത് കൂടിക്കൂടി വരിക. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ENT എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ചെവി, തൊണ്ട, മൂക്ക് ഇവിടെ ചികിത്സിക്കുന്നത്. നമുക്ക് അവനെ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, അച്ഛനെന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിവില്ലേ? ഞാൻ ചോദിച്ചാൽ തന്നെ അങ്ങനെ പറഞ്ഞു, അച്ഛാ, സുഖക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്, അവൻ പറഞ്ഞാൽ കേൾക്കരുതെന്ന് പറഞ്ഞാൽ അനുസരണമില്ലെന്ന് അച്ഛാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ദൈവശാസ്ത്രം, തിയോളജിയിൽ പഠിച്ചതിൽ കൂടുതൽ എൻ്റെ ജനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ് പഠിച്ചത്. രണ്ടും കൂടെ കൂട്ടിയാലും അധികം പഠിച്ചിട്ടില്ല. എന്നാലും പഠിച്ചത് തിയോളജിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നിന്നും എൻ്റെ ജനങ്ങളിൽ നിന്നും. ഒന്ന്, കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ്? ശബ്ദം ചെവിയിലടിക്കുന്നതല്ല കേൾക്കുക. ഇപ്പോൾ നിങ്ങളിൽ എത്ര പേരുടെ ചെവിയിൽ ഈ ശബ്ദം അടിക്കുന്നുണ്ട്? നിങ്ങളിപ്പോൾ തിരിച്ചു പോകണം, നമുക്ക് വേഗം പോയെങ്കിലേ ഒക്കെയുള്ളൂ. എപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം, എഴുന്നേക്കയിലും തിരുമേനി പറഞ്ഞാലും നമുക്ക് പോകുന്നതിനുള്ള വഴി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ശബ്ദം ചെവിയിലടിക്കുന്നു. കേൾക്കണം. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് മനസ്സിലാക്കും. അവരുടെ അഭിപ്രായം, ഈ അച്ഛന്മാർക്ക് കേൾക്കാനും കഴിവില്ല, മനസ്സിലാക്കാനും കഴിവില്ല. അതാണ് ആ സ്ത്രീയുടെ അഭിപ്രായം അച്ഛന്മാരെ പറ്റി. കുറച്ച് സത്യമുണ്ട് താൻ. നാം ഈ ദിവസങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കേൾക്കുന്ന ചെവി നമുക്കുണ്ടാകണം. ശബ്ദത്തോട് സ്വീകരിക്കുന്ന ചെവിയല്ല, വചനത്തെ കേൾക്കുന്നതായിട്ട് വചനമായി. രണ്ടാമത്, ആ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ കടപ്പാട്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായി, ജീവിതത്തിൻ്റെ ഭാഗമായി അത് തീരണം. മൂന്നാമതായിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കണം, അനുസരിക്കണം. അവർ പറഞ്ഞത് അനുസരണത്തിനാണ് കേൾക്കുക എന്ന് പറയും, ശബ്ദത്തിനല്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഇവിടെയുള്ള വചനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ഈ പറയുന്നത് ശ്രദ്ധിക്കണം, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. രണ്ടാമതായിട്ട് അതിനെ ഗ്രഹിക്കണം, ആ പറഞ്ഞത് ഗ്രഹിക്കണം. നമ്മൾ അധികം പേരും പറയാത്തത് ഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ ആളുകൾ പറഞ്ഞതല്ല കേൾക്കുന്നത്, അവർ പറയാത്തത് കേട്ടിട്ട് അവർ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പിടിപ്പിക്കും. അങ്ങനെയല്ല, അവർ പറയാൻ ശ്രമിച്ചത് എന്താണ് എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും. ആ അറിഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കാനായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, വചനം ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞത് പറയുകയാണ് പ്രസംഗകരുടെ ജോലി. ഇപ്പോഴല്ലെങ്കിലും അവരെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഈ വചനത്തിൽ കൂടെ
യേശു ക്രിസ്തുവിനെ ലോകം അറിയണം. ഈ മാരാമൺ കൺവെൻഷൻ്റെ ഉദ്ദേശം എന്താണ്? ഇതുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് എന്താണ്? ആൾക്കൂട്ടമാണോ? അച്ചടക്കമാണോ? അല്ല. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരായിട്ട് ഈ ഇരിക്കുന്ന എല്ലാവരും തീരും. ഇത്രയും ആളുകൾ കൂടിയോണ്ട് എന്നാ ഗുണം? ആൾ എത്രയിടത്ത് എവിടുന്ന കൂടും. എന്നാൽ ഈ മാരാമൺ കൺവെൻഷൻ്റെ പ്രത്യേകത ആൾക്കൂട്ടത്തിലല്ല. യേശു ക്രിസ്തുവിന് ദൈവത്തെ കണ്ടവരായി, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ തീരുമാനിച്ചവരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന്, രൂപീകരിക്കുന്നതിനാണ് ഈ മാരാമൺ കൺവെൻഷൻ. അത് ഈ വർഷം സാധിക്കണം. അതിന് വളരെ എളുപ്പമായുള്ള സംഗതി നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കും. ഈ വർഷം എനിക്ക് യേശു ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കണം. ദൈവമേ, അതിന് നീ എനിക്ക് സഹായിക്കണം എന്നുള്ള പ്രാർത്ഥന ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതിനായി സാധിക്കും. യേശു ക്രിസ്തുവിനെ പറ്റി പ്രധാനമായി പറയാനുള്ളത് സ്നേഹമാണ്. ഞാൻ ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കാറുണ്ട്. ആ കാറിൻ്റെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, God so loved the world that he gave his only begotten Son, that whosoever believeth him should not die but have life eternal. അത് നമ്മുടെ അബ്രഹാം ഗുരുവിൻ്റെ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. എന്നാൽ എനിക്കറിയാവുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതെനിക്കറിയാവുന്നതാണ്. മറ്റേതിൻ്റെ തർജ്ജിമ അറിയാൻ വയ്യായാലും ഇതറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രധാന ജോലി എന്നാ? ലോകത്തെ സ്നേഹിക്കുക. ദൈവം മാർത്തോമ്മ സഭയാണോ, മാരാമൺ കൺവെൻഷനെയാണോ, ക്രിസ്ത്യാനികളെയാണോ, ആരെയാണ് സ്നേഹിക്കുന്നത്? ഇവരെല്ലാം ലോകത്തിലായിരിക്കുന്ന കാരണം കൊണ്ട് ദൈവം ഇവരെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം താൻ സൃഷ്ടിച്ച സകല മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കേണ്ട വചനം അതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം എപ്രകാരം സ്നേഹിക്കുന്നുവോ അപ്രകാരം നമ്മൾ സ്നേഹിക്കണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതാണ് ഉദ്ദേശമെങ്കിൽ നാളെ മുതൽ ഞാൻ വരുന്നില്ല. നടപ്പുള്ള കാര്യമാണോ ഈ പറഞ്ഞത്? അതാണ് യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കി. ഇത് നമുക്ക് സാധിക്കണം. ഇന്ന് ലോകത്തിന് വേണ്ടിയത് എല്ലാവരെയും സ്വീകരിക്കും. ദൈവത്തിൻ്റെ അരിക്കൽ വന്ന് ദൈവം സ്വീകരിച്ച എല്ലാവരും രൂപാന്തരപ്പെട്ടിട്ട് ഇന്ന് മാർത്തോമാ പള്ളികളിൽ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടത് 10 കുഷ്ഠരോഗികളുടെ കാര്യമാണ്. ആ 10 കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ പ്രവേശനമില്ല. അവർ ദൂരെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. യേശു ക്രിസ്തു പറഞ്ഞു, ഒന്നും ചെയ്തില്ല. നിങ്ങൾ പോയി പട്ടക്കാർക്ക്, പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കും. അവരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഡോക്ടർമാരൊക്കെ അന്ന് അവരെ പുരോഹിതന്മാർ ഡോക്ടർമാരൂടെ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി. ഞാനത് വായിക്കുമ്പോൾ വിചാരിച്ചു, ഞാൻ ആ 10 പേരിൽ ഒരുത്തനായിരുന്നേ ഞാൻ പറഞ്ഞേ, എടാ ഇതൊരു പുതിയ പണിയാണ് കേട്ടോ. അദ്ദേഹം ദൈവമല്ലോ, പല പണികളും അറിയാം. നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് കുറച്ച് പണി മാത്രം അറിയാവൂ. അദ്ദേഹത്തിന് എല്ലാ പണിയും അറിയാം. കാര്യം നമ്മളിപ്പോൾ നടന്ന് ഈ സമൂഹത്തിലോട്ട് കയറിയാൽ, നമുക്ക് കയറാൻ അനുവാദമില്ല. അവിടോട്ട് കയറിയാൽ എന്ത് ഭവിക്കും? അവരെറിഞ്ഞു കൊല്ലും. അതോടെ നമ്മുടെ കുഷ്ഠം സൗഖ്യമാവുകയും ചെയ്യും. അതാണടാ ഈ ബുദ്ധി എന്ന് പറയും. എന്നാൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്ന കാരണത്താൽ
അവർ നേരെ ക്രിസ്തുവിനെ വിശ്വസിച്ച് പോയ വഴിയിൽ അവരുടെ കുഷ്ഠം സൗഖ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ നമുക്ക് കാണാം. ഇന്ന് സമൂഹത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്നതും സമൂഹത്തെ നശിപ്പിക്കുന്നതുമായ അനേക കുഷ്ഠരോഗങ്ങൾ കൊണ്ട് സഭയും സമൂഹവും ലോകവും നിറഞ്ഞിരിക്കുക. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു, കോഴിയെ നശിപ്പിക്കുന്ന രോഗം കേരളത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതേ ഉള്ളായിരുന്നു പ്രവേശിക്കാൻ, മറ്റേതെല്ലാം പണ്ടേ പ്രവേശിച്ചതാണ്. ഇനി അതുകൂടെ ഉള്ളായിരുന്നു, അതും പ്രവേശിച്ചു. ഇതിനൊരു പരിഹാരം ഈ മാരാമൺ കൺവെൻഷനിലുണ്ടാകും. നമുക്ക് വേണ്ടി ഈ വലിയ കഷ്ടതയൊക്കെ ഈ ഗവൺമെൻറ് ചെയ്തത് എന്തിന്? അവർക്ക് വോട്ട് കിട്ടാനുള്ളത് ഒരു ഉദ്ദേശം. എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഇങ്ങനെയുള്ള മതപ്രസംഗങ്ങളും അതിൻ്റെ ഫലവുമായിട്ട് മനുഷ്യന് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടാൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഭാവി വളരെ വിഷമമാകും. അല്ലാഞ്ഞിട്ട് തന്നെ വിഷമമാണ്. അതുകൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ അത് ധാർമ്മികമായിട്ടുള്ള ഒരു രൂപാന്തരം വരുമ്പോൾ ഒരു പുതിയ കേരളം, പുതിയ ആകാശവും പുതിയ ഭൂമിയും. സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 110 വർഷം നടന്നതുപോലെയുള്ള ഒരു മാരാമൺ കൺവെൻഷനല്ല, 111ാമത് കൺവെൻഷൻ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും ആ സ്നേഹം കൊണ്ട് നിർബന്ധിതരായി ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും ദൈവം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത് വളരെ അനുഗ്രഹകരമായ ഒരു ലോകം കേരളത്തിൽ ആരംഭിച്ച് നമുക്ക് മാരാമൺ കൺവെൻഷൻ അത് വളർന്ന് ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഈ കൺവെൻഷൻ സഹായമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഔപചാരികമായി ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. മനമേ യഹോവ